ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് വന്നിട്ടുള്ള പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. രാവിലെ തന്നെ ഞാനൊന്ന് കടയിലേക്ക് പോയതാണ്. കാരണം ഞാൻ വന്നിട്ട് ഇവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. കുക്കിങ് കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഞാനും പിള്ളേരും മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങനെ പോവായിരുന്നു. പിന്നെ ബ്രദറിൻ്റെ വീട്ടിൽ നിന്ന് ഉമ്മയൊക്കെ ഭക്ഷണമൊക്കെ കൊടുത്തേക്കുമായിരുന്നു കേട്ടോ. പിന്നെ മൂത്ത ബ്രദറിൻ്റെ വീട്ടിൽ നിന്നൊക്കെ ചില നേരങ്ങളിലൊക്കെ ഫുഡ് കൊടുത്തുവിടും. അത് വെച്ചിട്ടൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങനെ പോവുമായിരുന്നു. അപ്പോൾ ഇനി അത് പറ്റൂലല്ലോ, ഫുഡ് ഉണ്ടാക്കിയേ പറ്റുള്ളൂ. പിന്നെ വീട്ടിൽ നിന്ന് ഞാൻ വെള്ളയപ്പത്തിൻ്റെ മാവ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് കുറച്ച് മുട്ടക്കറി ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സാധനങ്ങളും ഇല്ല. ഞാൻ ആകെ വാങ്ങി വെച്ചത് നമ്മുടെ ചായപ്പൊടിയും പഞ്ചസാരയും മാത്രമാണ്. അപ്പോൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങിക്കണം. അതേപോലെ സവാള, പാല്, കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിക്കാനുണ്ടായി. അപ്പോൾ നമ്മുടെ വീടിനോട് ചേർന്ന് തന്നെ മൂത്താപ്പാടെ ഷോപ്പാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്നാണ് സാധനങ്ങളൊക്കെ വാങ്ങിക്കണത്. വിളിച്ച് പറഞ്ഞാലും കൊണ്ടുവന്ന് തരും. അപ്പോൾ കുറച്ചധികം സാധനം ഉള്ളതുകൊണ്ട് ഞാൻ തന്നെ പോയി സാധനങ്ങളൊക്കെ വാങ്ങി വന്നു. ഇന്നിപ്പോൾ രാവിലെ നോർമൽ ക്ലൈമറ്റാണ് കേട്ടോ. വലിയ മഴയൊന്നും ഇല്ലായിരുന്നു രാവിലെ. ഇപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് നല്ല മഴയാണ് കേട്ടോ പുറത്ത്. അപ്പോൾ ഈ ഒരാഴ്ച കനത്ത മഴയാണെന്നൊക്കെയാണ് പറഞ്ഞേക്കണത്. അപ്പോൾ ഇന്നും നാളെയൊക്കെ ആയിട്ട് നമുക്ക് കല്യാണമാണല്ലോ. അപ്പോൾ വൈകുന്നേരം മൈലാഞ്ചിയുടെ പരിപാടിക്കൊക്കെ പോകണം. അപ്പോൾ ഇത് എൻ്റെ മീ ടൈമാണ് കേട്ടോ. ഞാൻ ഒരു ചായ ഉണ്ടാക്കി ഫ്രീ ആയിട്ട് ഇരുന്ന് കുടിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ പിള്ളേർക്കും കൂടി ആക്കി വെക്കും. മിക്കവാറും കട്ടൻ ചായയാണ് കേട്ടോ രാവിലെ. അപ്പോൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫുഡൊക്കെ ഞാൻ എന്തെങ്കിലുമൊക്കെ ബാക്കി ഉണ്ടാവും എന്നൊക്കെയാണ് കേട്ടോ വിചാരിച്ചത്. പക്ഷെ രാത്രി തന്നെ എല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം ഫുഡ് ഉണ്ടായിരുന്നു, പക്ഷെ എല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ആകെ ബാക്കിയുള്ളത് വെള്ളയപ്പത്തിൻ്റെ മാവ്. അതിപ്പോൾ രാവിലത്തേക്ക് ഞാനെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചെറിയ മുട്ടക്കറി ഉണ്ടാക്കുക, വേറെ പരിപാടിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ബ്രദറിൻ്റെ മക്കളൊക്കെ രാവിലെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരുന്നത് തന്നെ എല്ലാവരും സിപ്പപ്പ് വാങ്ങിക്കാനും കഴിക്കാനും ഒക്കെ ആയിട്ടാണ്. കാരണം തൊട്ടടുത്ത് തന്നെ ഷോപ്പുണ്ട്. ഇവരൊന്നും താമസിക്കുന്നതിൻ്റെ അടുത്ത് തന്നെയായിട്ട് ഷോപ്പില്ല കേട്ടോ. നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് നീങ്ങിയിട്ടാണ് ഇവരൊക്കെ താമസിക്കുന്നത്. പക്ഷെ എന്നാലും അടുത്തടുത്താണ് കേട്ടോ എല്ലാവരും. ഇവർ വന്നിട്ടുണ്ടെങ്കിലുള്ളൊരു ഗുണം, ഇവർ പിള്ളേരെ എഴുന്നേൽപ്പിച്ചോളൂ കേട്ടോ. എല്ലാവരും ഇവരുടെ സൗണ്ട് കേട്ട് പിന്നെ ചാടി എഴുന്നേറ്റോളും. ഇവിടെ ഇരുന്ന ഒരു വെള്ളയപ്പ പാനിൻ്റെ അകത്ത് ഞാൻ ചുട്ടു നോക്കിയിട്ട് അപ്പോൾ അത് പോരുന്നില്ല. ഞാൻ എണ്ണയൊന്നും തേച്ചൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒന്ന് ഒഴിച്ചു നോക്കിയപ്പോൾ അത് പോരുന്നില്ല കേട്ടോ. പിന്നെ ഞാനത് അങ്ങനെ തന്നെ ഇറക്കി വെച്ചു. ചൂടാറി കഴിയുമ്പോൾ എന്തായാലും പോരുമെന്ന് എനിക്കറിയാം. എന്നിട്ട് പിന്നെ നോർമൽ ദോശ പോലെയാണ് കേട്ടോ ചുട്ടെടുത്തത്. ഉമ്മ കപ്പി കാച്ചിയതാണ് കേട്ടോ. നമ്മുടെ അരിപ്പൊടി കുറുക്കിയിട്ട് ഉള്ള വെള്ളയപ്പത്തിൻ്റെ മാവുണ്ടല്ലോ, ആ ഒരു ടൈപ്പാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അങ്ങനെ ഞാൻ വെള്ളയപ്പത്തിൻ്റെ ചട്ടി ഇതേ മാറ്റി വെച്ചിട്ട് ദോശ പോലെ ഒന്ന് ചുട്ടു നോക്കിയതാണ്. അപ്പോൾ എന്തായാലും അത് സെറ്റായി. അപ്പോഴത്തേനും എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കിച്ചൺ നിറച്ച ആൾക്കാരായിട്ടാണ്. ഞാൻ ചുടാ കുഞ്ഞുമ്മാന്നും പറഞ്ഞിട്ട് ഈ മോന് ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അവനാണ് അവിടെ വീട്ടിൽ ദോശയൊക്കെ ചുടണേന്നും പറഞ്ഞിട്ട് ഇവിടെ ഇന്ത്യയുടെ മാപ്പാണോ കേരളത്തിൻ്റെ മാപ്പാണോ എന്നൊക്കെ അറിയില്ല, ആൾ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇക്ക ജിമ്മിൽ പോയേക്കാണ് കേട്ടോ. അങ്ങനെ ഞാൻ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ കുറേശ്ശെ വാങ്ങിയിട്ട് ഒരു 1/4 കിലോ വെച്ചിട്ട് വാങ്ങിയിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്ന് ബോക്സിലാക്കി വെക്കണം. അപ്പോൾ അതെല്ലാം ബോക്സുകളെല്ലാം കഴുകി നേരത്തെ തന്നെ നമ്മൾ ക്ലീനിങ്ങിന് ഒരു പെണ്ണുണ്ട് കേട്ടോ, അത് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ സംഭവങ്ങളെല്ലാം റെഡിയാണ്. കുപ്പികളും കാര്യങ്ങളൊക്കെ റെഡിയാണ്. ഞാൻ യൂസ് ചെയ്യുന്നില്ല എന്നുള്ളൂ. അങ്ങനെ പിള്ളേർക്ക് എല്ലാവർക്കും ഫുഡ് കൊടുത്തു. ഇവർ കഴിച്ചിട്ട് വന്നാണ് മക്കൾ. എന്നാലും ഞാൻ നിർബന്ധിച്ച് ഓരോ അപ്പം കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ ഫുഡൊക്കെ കഴിച്ച് കളിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇന്ന് മഴയൊന്നുമില്ല, രാവിലെ നല്ലൊരു തോർച്ചയുണ്ട് കേട്ടോ, സൺഡേ അല്ലേ. അങ്ങനെ പിള്ളേർ പോയിട്ടുണ്ട്. ഹാസിം ഇവിടെ തന്നെ ഉണ്ട്. ഹാസിം വണ്ടി കണ്ടിട്ടുണ്ടെങ്കിൽ അവരുടെ കൂടെ ഒന്ന് കയറും. അപ്പോൾ ഇവർ റോട്ടിൽ തന്നെ ഇട്ട് ആളൊന്ന് കറക്കിയിട്ട് തിരിച്ചു കൊണ്ടുവന്ന് ആക്കിയിട്ട് ഇവർ എല്ലാവരും കൂടി പോവും. അങ്ങനെയാണ് ചെയ്യണം കേട്ടോ. ഇന്ന് അവർ പുറത്തൊക്കെ ഒന്ന് കറങ്ങിയിട്ട് നേരെ തിരിച്ചു വന്ന് ഇവിടെ തന്നെയായിരുന്നു കളിയും കാര്യങ്ങളൊക്കെ. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് മുറ്റമൊക്കെ ഒന്ന് അടിച്ചിടാമെന്ന് വിചാരിച്ചിട്ട് ഫ്രണ്ടിൽ വന്നതാണ് കേട്ടോ. അപ്പോഴാണ് ഇവരൊന്ന് കറങ്ങിയിട്ട് വരാമെന്നും പറഞ്ഞ് വണ്ടിയൊക്കെ എടുത്ത് പുറത്തേക്ക് ഇറങ്ങണേ. എൻ്റെ വോയിസിൻ്റെ കൂടെ കേൾക്കുന്നത് പുറത്തെ മഴയുടെ സൗണ്ടാണ് കേട്ടോ. കുറച്ച് ഡിസ്ട്രാക്ഷൻ ഉണ്ടാവും, കാരണം പുറത്ത് നല്ല മഴയാണ്. എവിടെ ചെന്നിരുന്നാലും ഈ മഴയുടെ സൗണ്ട് വീട്ടിലുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ വോയിസ് ഓവറിൻ്റെ കൂടെയുള്ള ഈ ഒരു സൗണ്ട്. അപ്പോൾ നമ്മൾ വാങ്ങിയ സംഭവങ്ങളൊക്കെ ഇതേ ഒന്ന് ബോട്ടിലാക്കി വെക്കുകയാണ്. മുട്ടക്കറിയുടെ പണി ഇതേ നടക്കുന്നുള്ളൂ കേട്ടോ. ഇപ്പോൾ അവർ കുറച്ച് നേരം കഴിഞ്ഞ് കറക്കമൊക്കെ കഴിഞ്ഞ് വന്ന്
TV കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തത്. അപ്പോൾ എല്ലാം ബോട്ടിൽസിലേക്കൊക്കെ ആക്കി അതേ ഞാൻ അലമാരയിലേക്ക് എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം അത്യാവശ്യം ജീവിച്ചു പോകാനുള്ള സാധനങ്ങളൊക്കെ ആയിട്ടുണ്ട്. പിന്നെ കടുക്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മുട്ടക്കറിക്ക് വേണ്ട സവാളയും പച്ചമുളകും കറിവേപ്പിലയൊക്കെ ഇട്ടത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. അതിൻ്റെ ഇടയിൽ വെള്ളയപ്പം സൈഡിൽ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് വഴണ്ട് വന്ന് കഴിയുമ്പോൾ നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ സമയത്ത് പുറത്ത് നോക്കിയപ്പോൾ നല്ല മഴ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അവിടത്തേക്ക് 2-3 സാധനങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് പിള്ളേരത് കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടിയിട്ട് പോയേക്കാണ് കേട്ടോ. അപ്പോൾ ഒരാൾ മഴയെ പെട്ടിട്ടുണ്ടെന്ന് വിചാരിച്ചു, പക്ഷേ മഴ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആൾ വീട്ടിലെത്തിയെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ കിടക്കുന്ന ചെയറുകളാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് നമ്മൾ ഉപയോഗിക്കാതെ കിടന്നിട്ട് കളറൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. അപ്പം ഇക്കത് ബ്ലീച്ചൊക്കെ ഇട്ട് നന്നായിട്ട് ഉരച്ചെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് മഴയത്ത് കൊണ്ടുവന്ന് വെച്ചു. അങ്ങനെ പിള്ളേർക്കൊക്കെ ഫുഡ് കൊടുത്ത് കിച്ചണിലെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പാത്രമൊക്കെ കഴുകി വെച്ചു കേട്ടോ. അപ്പോൾ ഇത് ഹാറുവിൻ്റെ പണ്ടത്തെ ഒരു സൈക്കിളാണ്. നമ്മളിവിടുത്തെ ഡെക്കാത്തലോണിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ അതിൻ്റെ ക്ലീനിങ്ങിൻ്റെ ഇടയ്ക്ക് അവൻ ആ സൈക്കിൾ അതിൻ്റെ അകത്തുനിന്ന് കിട്ടി. അപ്പോൾ മൂപ്പര ആ സൈക്കിളിൽ മഴയത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചെയർ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ അതും നടക്കുന്നുണ്ട് കേട്ടോ സൈഡിൽ കൂടെ. പിള്ളേരുടെ ഫുഡ് കഴിക്കലും ക്ലീനിങ്ങും എൻ്റെ അലക്കും എല്ലാം കൂടി കഴിഞ്ഞ് വന്നപ്പോൾ ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ രാത്രിയാണെങ്കിലും നമുക്ക് മൈലാഞ്ചിയും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഉച്ചയ്ക്കൊരു മന്തി പറയാമെന്നാണ് പറഞ്ഞിട്ട്. അപ്പോൾ ബീഫ് ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. ഒരു ഹാഫ് ബീഫ് ബിരിയാണി മതിയല്ലോ, കാരണം 2 പേരും ഇല്ല. ഹംദാൻ മൂത്തിക്കാട് വീട്ടിലാണ്, കാരണം അവൻ്റെ ഫ്രണ്ട് അവിടെയാണ് കേട്ടോ. അവർ തമ്മിൽ മൂത്തിക്കാട് മോൻ തമ്മിൽ 9 മാസത്തെ വ്യത്യാസമുള്ളൂ. അപ്പോൾ അവർ തമ്മിലാണ് ഫ്രണ്ട്സ്. ഇപ്പോൾ രാവിലെ വന്ന മക്കളുണ്ടല്ലോ, അവരായിട്ടാണ് ഹാറൂൻ ഫ്രണ്ട്സ്. അപ്പോൾ ഹാറൂൻ അവിടെയും ഹംദാൻ മൂത്തിക്കാട് വീട്ടിലായിരിക്കും. അപ്പോൾ അതേ നമ്മൾ മൈലാഞ്ചിക്ക് വേണ്ടിയിട്ട് റെഡി ആയിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. പിള്ളേരൊക്കെ ആയിട്ട് ചെറിയൊരു മഴയുണ്ട് ഈ സമയത്ത്. എൻ്റെ കുറച്ച് പാർട്ടി വെയർ ഡ്രസ്സുകളൊക്കെ അതേ നാട്ടിലുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഇതൊക്കെ എടുത്തിടാൻ വേണ്ടിയിട്ട് തോന്നും. ഇത് പണ്ടൊരു കല്യാണത്തിന് എടുത്തതാണ്. അപ്പോൾ എന്തായാലും അതൊന്നും കൂടി ഇടാമെന്ന് വിചാരിച്ചിട്ട് രാവിലെ ഞാൻ അത് പൊടിയൊക്കെ ഒന്ന് തട്ടിയെടുക്കുകയാണ് കേട്ടോ. എന്തായാലും വല്ല ചൊറിച്ചിൽ പിടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട്, കാരണം മടക്കി ഇങ്ങനെ അലമാരിൽ വെച്ചിട്ട് പിന്നെ ഒരു വർഷത്തേക്ക് ഉപയോഗിക്കുന്നില്ലല്ലോ. പിന്നെ അത് കുറേ ക്ലീനിങ് ഒക്കെ ചെയ്ത് ഞാനൊന്ന് ഹാങ്കറിൽ ഇട്ടേക്കുമായിരുന്നു. അപ്പോൾ അതാണ് ഇന്ന് ഞാൻ ഇട്ടേക്കണത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ മൈലാഞ്ചി പരിപാടിയൊക്കെ ജസ്റ്റ് ഇതേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ചെറിയ മഴയൊക്കെ ഉണ്ട് പുറത്ത്. ഞങ്ങൾ ചെന്നപ്പോഴത്തേനും ഇക്കാമാരും ഇത്താമാരെല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളാണ് ലാസ്റ്റ് എത്തിയത്. വണ്ടിയിലിരുന്ന് ഹാസിമ് നല്ല ഉറക്കമാണ് കേട്ടോ. അപ്പോൾ അവൻ ഇക്കാടെ കയ്യിലുണ്ട്. ഞാൻ നേരെ ഇത്താമാരുടെ അടുത്തേക്ക് ഫ്രണ്ടിലേക്ക് പോന്നു. ഇക്കാടെ മൂത്താപ്പാടെ പേരക്കുട്ടിയുടെ കല്യാണമാണ് കേട്ടോ. അപ്പോൾ പെൺകുട്ടീനെ മൈലാഞ്ചിക്ക് സ്റ്റേജിലേക്ക് കയറ്റിക്കൊണ്ട് വരുന്നതാണ്. അപ്പോൾ ആദ്യം ഇത്രയും നേരം ഞങ്ങൾ വരുന്ന സമയത്ത് ആൾ സ്റ്റേജിൽ തന്നെ ആയിരുന്നു. എന്നാലും ഒരു ചടങ്ങ് പോലെ മൈലാഞ്ചിയല്ലേ, അപ്പോൾ പാട്ടൊക്കെ പാടി പെൺകുട്ടീനെ സ്റ്റേജിലേക്ക് കൊണ്ടുവരണേണ്. ഇക്കാടെ 3 ബ്രദേഴ്സിൻ്റെയും മൂത്തത് പെൺകുട്ടികളാണ് കേട്ടോ. അപ്പോൾ മൂത്തിക്കാടെ മോളും രണ്ടാമത്തെ മോളും ഒന്നും ഇവിടെ ഇല്ല. ഒരാൾ ബാംഗ്ലൂരും ഒരാൾ UK ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സത്യം പറഞ്ഞാൽ നല്ല ബോറടിയാണ് കേട്ടോ. ഇക്കാടെ വീട്ടിൽ എനിക്ക് കൂട്ടത് ഇവരൊക്കെ തന്നെയായിരുന്നു. ഞാൻ ഇവരുടെ കൂടെയാണ് നടന്നുകൊണ്ടിരുന്നിട്ട്. അവർ പ്രത്യേക വൈബായിരുന്നു കേട്ടോ. അവളൊക്കെ ഉള്ള സമയത്ത് കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പോഴും നല്ല രസമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഞങ്ങളാരും ഇല്ലാത്ത പോലത്തെ ഒരു ബോറടിയാണ്. എവിടെ നോക്കിയാലും ആൺപിള്ളേരാകുമ്പോൾ അറിയാമല്ലോ, അങ്ങോട്ട് ഓടലും ഇങ്ങോട്ട് ഓടലും കളി കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ഒരു സമാധാനമുള്ളത് ഹാസിമിനെ നോക്കേണ്ട വരെയില്ല, കാരണം എല്ലാ മക്കളും കൂടി ഹാസിമിനെ നോക്കി കൊണ്ടു കിടന്നോളും. പിന്നെ ഈ ഒരു ഹോളെന്ന് പറഞ്ഞാൽ അത്ര വലിയ സ്പേസ് ഒന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ എല്ലാവരും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പേടിക്കാനില്ല കേട്ടോ, ഇവിടെ തന്നെ ഉണ്ടാവും. ഇതാണ് പെൺകുട്ടിയുടെ ഉമ്മയും പാപ്പേട്ട മൂത്താപ്പാട മോള് ഇതാണ്. അങ്ങനെ മൈലാഞ്ചിയുടെ പരിപാടി കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഫുഡിൻ്റെ കാര്യങ്ങളപ്പുറത്ത് നടക്കുന്നുണ്ട്. ഇക്കായൊക്കെ വന്ന ഉടനെ തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായി. അപ്പോൾ അത് കഴിഞ്ഞ് ഹാസിമതേ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കുറച്ച് നേരം എൻ്റെ കയ്യിൽ വന്നിരുന്നു. പിന്നെ അവൻ അപ്പുറത്തേക്ക് കളിക്കാൻ പോയ സമയത്ത് ഞാനും കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. പിന്നെ ഞങ്ങളൊന്ന് മൈലാഞ്ചിടാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും സ്റ്റേജിൽ കയറി. 2 ഗേൾസ് മിസ്സിങ് ഉണ്ട്, ഞാൻ പറഞ്ഞല്ലോ. അവർ ഇപ്പോൾ ഇവിടെ ഇല്ല, പുറത്താണ് പഠിക്കണേ. പിന്നെ ഒരു മോള് പാലയിൽ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ, നീറ്റിന് എക്സാമിന് വേണ്ടിയിട്ട്. അപ്പോൾ അവളും വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതിൻ്റെ ഹോം സിക്നെസ്സും വിഷമവും കാര്യങ്ങളൊക്കെ ആയിട്ട് അവളും മൂഡ് ഓഫാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെല്ലാവരും എന്താ പറയുക,
കാറ്റ് പോയ ബലൂണ് പോലെയാണ് ഇപ്പോൾ. ഒരു മൂടില്ലാതെയാണ് കേട്ടോ കല്യാണമൊക്കെ കൂടുതലും. അവളും ഇന്നൊരു ദിവസത്തേക്ക് ഉണ്ടാവുള്ളൂ, നാളെ വരില്ല, കാരണം അത്യാവശ്യം പഠിക്കാനൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ. അപ്പം മൂത്തക്കാക്ക് 2 ഗേൾസാണ് കേട്ടോ. അപ്പോൾ അവൾ മാത്രമേ ഇപ്പോൾ ഫ്രീ ഉള്ളൂ, ബാക്കി എല്ലാവരും ബിസി ആയി എന്ന് തന്നെ പറയാം. അവൾ +1 കേട്ടോ പഠിക്കണേ. അപ്പോൾ അവളിത് ഹാസിമിനെ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നേഹയും എല്ലാ ആഴ്ചയും വരും പാലയെന്ന്, പക്ഷെ അവൾക്ക് ഭയങ്കര വിഷമമാണ് കേട്ടോ വീട്ടിൽ നിന്ന് മാറി നിൽക്കണേൻ്റെ ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവളൊക്കെ നിർബന്ധിച്ചാണ് കല്യാണത്തിന് കൊണ്ടുവന്നത്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചത് നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോഴാണ് നമ്മുടെ വീട്ടിൻ്റെ മുകളിൽ തന്നെ, നമ്മുടെ വീടിൻ്റെ മോൾ ഭാഗം റെൻറ്റിന് കൊടുത്തേക്കുവാണ് കേട്ടോ. നമ്മുടെ കൊച്ചാപ്പയുടെ മോനും വൈഫൊക്കെയാണ് താമസിക്കുന്നത്. അപ്പോൾ അവൾ നന്നായിട്ട് മൈലാഞ്ചി ഇട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവളുടെ അടുത്ത് ചോദിച്ചപ്പോൾ എനിക്ക് ഇട്ടുതരാമെന്ന് പറഞ്ഞ് അങ്ങനെ നേരെ ഇഷാനിസ്കാരമൊക്കെ കഴിഞ്ഞ് ഞാൻ അവളുടെ അടുത്തേക്ക് പോയിട്ടാ മോളിൽ പോയിരുന്നു. അങ്ങനെ അവൾ മൈലാഞ്ചിയൊക്കെ ഇട്ടുന്നിട്ടാ. പെട്ടെന്ന് ഇൻസ്റ്റൻ്റായിട്ട് ചുമക്കുന്ന ഒരു മൈലാഞ്ചി ഉണ്ടല്ലോ, അപ്പോൾ അതാവുമ്പോൾ പെട്ടെന്ന് നമുക്ക് കഴുകിക്കളയുകയും ചെയ്യാം. അപ്പോൾ അത് രാത്രി ഇട്ടിട്ടാണ് ഞാൻ വന്നേട്ടാ താഴേക്ക്. പിന്നെ ഒരു സിനിമയൊക്കെ കണ്ടിരുന്ന് കിടന്നപ്പോൾ കുറച്ച് ലേറ്റായി. അത് രാവിലെ തന്നെ ഇത് ഇക്കാടെ ബ്രദർ പുതിയതായിട്ട് വാങ്ങിയ ബൈക്കാണ് കേട്ടോ, BMW ബൈക്ക്. അപ്പോൾ അത് അത്യാവശ്യം വെയിറ്റ് ഉണ്ട്, ഫ്രണ്ട് ഭാഗം കുറച്ച് ഹെവിയാണ് കേട്ടോ. അപ്പോൾ ഇക്കൊന്ന് കയറിയിരുന്ന് നോക്കിയതാണ്. അപ്പോൾ ഇക്ക കയറിക്കഴിഞ്ഞാൽ പിന്നെ അറിയാമല്ലോ, ഹാസിം ഇതേ പുറകെ കയറിയിട്ടുണ്ട്. കറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് ആൾ ഉറക്കത്തിന്ന് എണീറ്റ് വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇക്കടപ്പള്ളിയിൽ എവിടെയോ പോയിട്ട് തിരിച്ച് വരുമ്പോൾ ഇവിടെ കയറിയതാണ്. അപ്പോൾ ഇത് നമ്മുടെ നൈബറാണ് കേട്ടോ, ഷുക്കൂർ. അവനും നമ്മളെ കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇന്ന് രാവിലെ കല്യാണത്തിന് പോകണം, 11:30ക്കാണ് നിക്കാഹ്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആസ് യൂഷ്വൽ തട്ടിക്കൂട്ടാണ്. ഇന്ന് മിക്സഡ് ന്യൂഡിൽസ് ആക്കാമെന്നൊക്കെ വിചാരിച്ച് ഞാൻ കടയിൽ നിന്ന് കുറച്ച് ചെറിയൊരു പീസ് ക്യാബേജും ക്യാരറ്റൊക്കെ വാങ്ങിച്ചിട്ട് മറ്റേ ജൂലിയൻ കട്ട് ഉണ്ടല്ലോ, അങ്ങനെ കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ മുട്ടയും ഒന്ന് വലിയ ടൈപ്പിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ പിള്ളേർക്ക് കുളിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ വെള്ളം വെച്ചേക്കണത്. നല്ല തണുപ്പാണല്ലോ ഈ മഴയൊക്കെ ഉള്ളതുകൊണ്ട്, ഭയങ്കര മടിയാണ് കേട്ടോ. ഹാസിമിനൊക്കെ കരച്ചിലാണ് കുളിക്കുന്ന സമയത്ത്. അപ്പോൾ പിള്ളേർക്ക് വെള്ളം കെറ്റിലും വെച്ചിട്ടുണ്ട്, അതേപോലെ അടുപ്പത്തും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തർ കയറുന്ന അനുസരിച്ച് വെള്ളം കൊണ്ടുപോയി കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ മുട്ട ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ വെജിറ്റബിളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയൊരു പീസ് സവാള എടുക്കുന്നുണ്ട്. മുട്ട വലിയ പീസായിട്ട് സ്ക്രാമ്പിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒഴിച്ചിട്ട് ഒരു 2-3 മിനിറ്റ് നമ്മളത് തുടരുതിട്ടാ, അത് അങ്ങനെ തന്നെ വെക്കണം. എന്നിട്ട് നമ്മൾ ഓരോ അറ്റത്തുനിന്ന് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയ പീസായിട്ട് കിട്ടും. ന്യൂഡിൽസിലൊക്കെ അങ്ങനെ കിടക്കുന്നതാണല്ലോ നല്ലത്, പിള്ളേർക്ക് കഴിക്കാനും എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ ഭയങ്കര തിന്നായിട്ടത് സ്മോൾ പീസായി പോകട്ടെ മുട്ട. അപ്പോൾ ഇട്ട ഉടനെ തന്നെ എടുക്കാതിരിക്കുക. അപ്പോൾ അതേ മൈലാഞ്ചിയൊക്കെ രാവിലെ നന്നായിട്ട് ചുമന്നിട്ടുണ്ട് കേട്ടോ. ഇതൊരു 20 മിനിറ്റൊക്കെ ഇട്ടാൽ മതി, പക്ഷെ എന്നാലും രാത്രി ഞാനത് ഇട്ടിട്ട് തന്നെയാണ് കിടന്നത്. മൈലാഞ്ചി കയ്യിലിട്ട് രാത്രി കിടക്കുന്ന ദിവസം പിറ്റേന്ന് രാവിലെ എഴുന്നേൽക്കാനായിട്ട് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് കേട്ടോ. ആ ചുമന്നത് കാണാൻ വേണ്ടിയിട്ടുള്ളൊരു, എനിക്ക് പണ്ടേ മൈലാഞ്ചി ഭയങ്കര വീക്ക്നെസ്സാണ്. അപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആ ഒരു കൈയുടെ ഭംഗി കാണാൻ വേണ്ടിയിട്ട് അത് കഴുകിക്കഴിഞ്ഞ് വരുമ്പോൾ നമ്മുടെ മനസ്സിലുള്ളൊരു സന്തോഷമുണ്ടല്ലോ, അത് വേറെയാണ്. പക്ഷെ ഇത്രയും ഇഷ്ടമാണെങ്കിലും എനിക്ക് ഒട്ടും മൈലാഞ്ചി ഇടാൻ അറിയില്ല കേട്ടോ. ഇൻഷാല്ലാ അത് പഠിക്കണം, കാരണം എനിക്ക് അത്ര ആഗ്രഹമാണ്. എപ്പോഴും കൈ നിറച്ച മൈലാഞ്ചി ഇട്ട് നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, പണ്ടേ തുടങ്ങി ഇഷ്ടമാണ്. അപ്പോൾ നൂഡിൽസിലേക്ക് വേറെ പ്രത്യേകിച്ച് മസാലകളൊന്നുമില്ല, കാരണം വീട്ടിൽ വേറെ പ്രത്യേകിച്ച് ഞാൻ സ്ഥിരമായിട്ട് ആഡ് ചെയ്യുന്ന മസാലകൾ നിങ്ങൾക്കറിയാമല്ലോ. നമ്മുടെ ചില്ലി ഫ്ലേക്സ്, ഹണി, സോയാ സോസിൻ്റെ ഒക്കെ ഒരു മിക്സ് ഉണ്ട്, അതാണ് ഞാൻ കൂടുതലും ആഡ് ചെയ്യാറ്. അപ്പോൾ ഇന്ന് നൂഡിൽസിൻ്റെ മസാല തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ കിട്ടുന്ന കുറച്ച് ഓയിലിൻ്റെ മസാല, അതേപോലെ എരിവിന് വേണ്ടിയിട്ടുള്ള സംഭവം അതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് നൂഡിൽസ് റെഡിയാക്കി. അപ്പോഴത്തേനും പിള്ളേരുടെ കുളി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാവരും റെഡിയായി. പിള്ളേരുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ തലേദിവസം തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വന്നപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു, കാരണം ഞാനിന്ന് സാരി ആയിരുന്നു. സാരി മറ്റേ റെഡി ടു വെയർ ആണ്, എന്നാലും ഞങ്ങൾ വന്നപ്പോൾ കറക്റ്റ് ചെക്കൻ വന്ന് ഇറങ്ങുന്ന ടൈമായിരുന്നു. നിക്കാഹ് കാര്യങ്ങളൊക്കെ പള്ളിയിൽ നിന്ന് തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ, അപ്പോൾ ഡിസൈനുള്ള ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കുന്നത് ഹംദാനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വന്നതും ചെക്കൻ പള്ളിയിൽ നിന്ന് നിക്കാഹൊക്കെ കഴിഞ്ഞ് ഹോളിലേക്ക് വന്ന് ഇറങ്ങുന്നതും ഒരേ ടൈമായിരുന്നു. അപ്പോൾ ഞാൻ ഇക്കാട് ഉമ്മാനെയൊക്കെ വിളിച്ചു ചോദിച്ചപ്പോൾ അവരൊക്കെ നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്. ഒരു 11:30 ആയപ്പോൾ അവർ കറക്റ്റ് ഹോളിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആസ് യൂഷ്വൽ പിള്ളേരൊക്കെ ആയിട്ട് റെഡി ആയിട്ട് ഇറങ്ങുമ്പോൾ അറിയാമല്ലോ ലേറ്റായി. എന്നാലും ചെക്കൻ വന്ന സമയത്ത് തന്നെ എത്താൻ പറ്റിയത് തന്നെ ഭാഗ്യം. അപ്പോൾ വന്നപ്പോൾ തന്നെ ഹംദാനൊരു പണി കിട്ടി.
അവരെ സ്റ്റേജിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സമയമായിരുന്നു കേട്ടോ. അങ്ങനെ ആ കലാപരിപാടികളൊക്കെ കുറച്ച് നേരമൊക്കെ കണ്ടിരുന്നു. പിന്നെ നമ്മളെല്ലാവരും പോയി ഫുഡൊക്കെ കഴിച്ചു. ബീഫ് ബിരിയാണി, ചിക്കൻ ഫ്രൈ, പിന്നെ ഐസ്ക്രീമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ച് കുറച്ച് നേരം പുറത്ത് നിന്നു. ചെറിയ മഴയൊക്കെ ഉണ്ട്. പിന്നെ വൈകിട്ട് റിസപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായി. പക്ഷെ മൂത്തക്കായും വൈഫും മാത്രമേ പോയുള്ളൂ കേട്ടോ. ഞങ്ങളാരും പിന്നെ പോയില്ല. പിറ്റേ ദിവസം ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവർ മാത്രമേ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇതേ കല്യാണമൊക്കെ കഴിഞ്ഞ് നമ്മളിതേ വീട്ടിലേക്ക് തിരിച്ച് പോവാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് 2 ദിവസത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വ്ളോഗിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.